ബീർബലിന് തൻ്റെ മുന്നിലെ വൈതരണി എങ്ങനെ തരണം ചെയ്യണമെന്ന് ഒരു നിമിഷം കൊണ്ട് ഓർമ്മ വന്നു. അദ്ദേഹം ചക്രവർത്തിയോട് ബാക്കി സംസാരിക്കാൻ തുടങ്ങി. ബീർബൽ പറഞ്ഞു, ശരി തിരുമേനി, അവിടുത്തെ കൽപ്പന പോലെ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കുടുംബകാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഞാൻ സ്വർഗത്തിൽ തന്നെ കുടുങ്ങിപ്പോയാലോ? അതുകൊണ്ട് കുറച്ച് ദിവസത്തെ സമയം അനുവദിക്കാൻ കനിവുണ്ടാക്കണം. അങ്ങനെ തന്നെ. അതിനിടെ 1000 കെട്ട് വൈക്കോൽ കൊണ്ടുവന്ന് നഗരത്തിന് പുറത്ത് മൈതാനത്ത് അടുക്കി വയ്ക്കാൻ ബീർബൽ തന്നെ ഇടപാട് ചെയ്യണം. ബീർബൽ ചക്രവർത്തിയെ വണങ്ങി വിടവാങ്ങി. വളരെ വേഗം തന്നെ ബീർബൽ കുറെ വിശ്വസ്തരായ പണിക്കാരെ സംഘടിപ്പിച്ചു. ബീർബലിന്റെ വീട് മുതൽ വൈക്കോൽ കൂന വരെ അതിശീഘ്രം ഒരു തുരങ്കം നിർമ്മിക്കാൻ ഇടപാട് ചെയ്തു. നിശ്ചിത ദിവസം എത്തി. ബീർബലിന്റെ സ്വർഗാരോഹണം കാണാൻ എല്ലാവരും മൈതാനത്ത് വന്നു ചേർന്നു. കണ്ണുകളെല്ലാം ഒരു വശത്തേക്ക് തിരിഞ്ഞു. അതാ ബീർബൽ എത്തിക്കഴിഞ്ഞു. വൈക്കോൽ കൂനയ്ക്കടുത്ത് കുറേ വൈക്കോൽ കെട്ടുകൾ നിരന്നു കിടന്നിരുന്നു. ആ ഭാഗത്തേക്ക് ചൂണ്ടി ബീർബൽ പറഞ്ഞു, ഇതാ ഞാൻ ഈ സ്ഥലത്ത് കിടക്കാൻ പോകുന്നു. ഞാൻ കിടന്നു കഴിഞ്ഞ് എനിക്ക് ചുറ്റും വൈക്കോൽ കൂന കൂട്ടണം. രഹസ്യ തുരങ്കത്തിന്റെ കവാടം മൂടിക്കിടന്ന വൈക്കോലിനടുത്താണ് ബീർബൽ കിടന്നതെന്ന് അവരോരുത്തർക്കും അറിഞ്ഞുകൂടായിരുന്നല്ലോ. വൈക്കോലിട്ട് ബീർബലിനെ മൂടി. തീ കൊളുത്തി. കിരുകിരാ ശബ്ദത്തോടെ തീ പടർന്നു പിടിച്ചു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കണ്ണു തുടച്ചു. ചിലർ ചക്രവർത്തിയുടെ ക്രൂരതയെ മനസാ പഴിച്ചു. പാവം ബീർബൽ നല്ലവനായിരുന്നു, എങ്ങനെ ജീവനോടെ തിരിച്ചു വരാനാ? കഷ്ടമായിപ്പോയി. ഒരു മനുഷ്യനെ ജീവനോടെ ചുട്ടുകൊല്ലാൻ മഹാനായ അക്ബർ ചക്രവർത്തി കൂട്ടുനിന്നല്ലോ. അങ്ങനെ പലതരം അഭിപ്രായങ്ങൾ. അതേസമയം ഗൂഢാലോചനക്കാരായ തടിയന്മാർ തങ്ങളുടെ പദ്ധതി വിജയിച്ചതിൽ ഉള്ളു തുറന്ന് സന്തോഷിക്കുകയായിരുന്നു. ഇതിനിടെ വൈക്കോൽ കൂനയ്ക്കുള്ളിലൂടെ തുരങ്കത്തിന്റെ രഹസ്യവാതായനം തുറന്ന് ബീർബൽ വീട്ടിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. 5-6 മാസം കഴിഞ്ഞു. ബീർബലിന്റെ അസാന്നിധ്യവുമായി എല്ലാവരും പൊരുത്തപ്പെട്ടു തുടങ്ങി. ഉറ്റ സുഹൃത്തുക്കൾക്കിടയിൽ ബീർബൽ ഓർമ്മയായി നിറഞ്ഞു നിന്നു. ശത്രുക്കളുടെ മനസ്സിൽ പോലും എവിടെയോ വേദനയുടെ അംശം തങ്ങി നിൽക്കുന്നതായി അവരുടെ പെരുമാറ്റം സൂചിപ്പിച്ചു. അക്ബർ ചക്രവർത്തിയുടെ സ്ഥിതിയും ദുഃഖകരമായിരുന്നു. ബീർബലിന്റെ വിവരം അറിയാത്തതിനാൽ അദ്ദേഹത്തിന് പല രാത്രികളിലും ഉറക്കം നഷ്ടപ്പെട്ടു. ഒരു ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട സദസ്യർ എല്ലാം ഉണ്ട്. സദസ്സ് കൂടുമ്പോഴൊക്കെ ഏതെങ്കിലും മൂലയിൽ കാണുന്ന വയസ്സൻ ക്ഷുരകൻ ബീർബലിന്റെ തിരോധാനത്തിന് ശേഷം പ്രധാനികളിരിക്കുന്ന ഭാഗത്തുണ്ട്. ദർബാറിൽ പങ്കുകൊള്ളാൻ അയാൾക്ക് ആദ്യം മുതലേ അനുമതി നൽകിയിരുന്നു. പെട്ടെന്ന് നീണ്ടു വളർന്ന താടിയും മുടിയുമായി അല്പം പ്രാകൃതനായ ഒരാൾ ദർബാർ ഹാളിലേക്ക് കടന്നു വന്നു. അപരിചിതനെ കണ്ട സദസ്യർ തമ്മിൽ ചോദിച്ചു, ആരാണയാൾ? ആഗതൻ ആരെയും ശ്രദ്ധിക്കാതെ ചക്രവർത്തിയുടെ നേർക്ക് നടന്നു. തിരുമുമ്പിൽ ശിരസ് നമിച്ചു. അക്ബർ ചക്രവർത്തിക്ക് അപ്പോൾ തന്നെ ആളെ പിടികിട്ടി. അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിപ്പോയി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബീർബൽ നിരപായം തിരിച്ചെത്തിയിരിക്കുന്നു. ചക്രവർത്തി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വരൂ ബീർബൽ, താങ്കളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ബീർബലിന്റെ പേര് കേട്ടപ്പോൾ എല്ലാ കണ്ണുകളും ആഗതനിലേക്ക് തിരിഞ്ഞു. ബീർബൽ ബീർബൽ. ഒരു ചെറിയ ആരവം പരന്നു. എല്ലാവരും നിശ്ചലരായിരുന്നു. കിഴവൻ ക്ഷുരകൻ ഒരു മൂലയിലേക്ക് വലിഞ്ഞു. ചക്രവർത്തി തിരുമേനി, നീണാൾ വാഴട്ടെ പ്രഭോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വരികയാണ്, ബീർബൽ പറഞ്ഞു. പറയൂ ബീർബൽ, സ്വർഗത്തിൽ എല്ലാവർക്കും എങ്ങനെയുണ്ട്? നമ്മുടെ പ്രിയപിതാവ് ഹുമയൂൺ ചക്രവർത്തിക്ക് സുഖം തന്നെയല്ലേ? എല്ലാവർക്കും പരമസുഖമാണ് തിരുമേനി. പക്ഷേ ബീർബൽ ഇടയ്ക്ക് നിർത്തി. എന്തു പക്ഷേ? പറയൂ, നമുക്ക് കേൾക്കാൻ ധൃതിയായിരിക്കുന്നു. പ്രഭോ, അടിയന്റെ മുഖത്തും തലയിലും ഒന്ന് നോക്കിയാലും മാസങ്ങളായ ഒരു ക്ഷുരകനെ കണ്ടിട്ട്. സ്വർഗത്തിൽ അങ്ങയുടെ പൂർവികർക്ക് ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ഒരു നല്ല ക്ഷുരകന്റെ കുറവ്. ഉടനെ തന്നെ മിടുക്കനായ ഒരു നല്ല ക്ഷുരകനെ അയച്ചു കൊടുക്കാൻ അങ്ങയോടുണർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊള്ളാം. ഏതായാലും സ്വർഗത്തിൽ പോകാനുള്ള വഴി നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ആളെ അയക്കാൻ പ്രയാസമില്ല. പക്ഷെ ആരെയാണ് അയക്കേണ്ടത്? ചക്രവർത്തി ചോദിച്ചു. നമ്മുടെ കൊട്ടാരം ക്ഷുരകനെ അല്ലാതെ ആരെയാണ് അയക്കേണ്ടത്? അയാൾ ബുദ്ധിമാനും സമർത്ഥനുമാണല്ലോ. പോരെങ്കിൽ അവിടുത്തെ പിതാവിന് അയാളെ വളരെ ഇഷ്ടവുമാണ്, ബീർബൽ മറുപടി പറഞ്ഞു. അങ്ങനെ തന്നെ ഉത്തരവുടനുണ്ടായി. ബീർബലിനെ കണ്ടപ്പോൾ മുതൽ വയസ്സൻ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ചക്രവർത്തിയുടെ കൽപ്പന കേട്ടപ്പോൾ പറയുകയും വേണ്ട, അയാൾ ഞെട്ടി വിറച്ചു.
ബീർബലിനെതിരെ ഗൂഢാലോചന നടത്തിയ പ്രമാണിമാരിൽ ചിലർ പുറത്തുണ്ടായിരുന്നു. ക്ഷുരകൻ അവരുടെ മുമ്പിൽ ഓടിയെത്തി കിതച്ചുകൊണ്ട് പറഞ്ഞു, രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം, എന്തെങ്കിലും ഉടനെ ചെയ്യണം. അയാൾ വിവരങ്ങളെല്ലാം അവരെ ധരിപ്പിച്ചു. തൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. പക്ഷെ ചതിയന്മാർ കൈമലർത്തി, ഞങ്ങളെന്ത് ചെയ്യാനാണ്? ചെയ്ത ജോലിക്ക് സ്വർണ്ണ നാണയങ്ങളല്ലേ പ്രതിഫലമായി തന്നത്, മറ്റെങ്കിലും മാർഗം നോക്കിക്കോളൂ. കിഴവന് ബോധം വന്നു. സംഗതി കുഴഞ്ഞു തന്നെ. അയാൾ ഇറങ്ങി ഓടി 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 സ്വർഗത്തിലെത്തിയോ എന്തോ. ഏതായാലും അയാളെക്കുറിച്ച് പിന്നെ ഒന്നും കേട്ടില്ല. കഥ കേട്ടിട്ട് കൂട്ടുകാർക്കൊക്കെ എന്ത് മനസ്സിലായി? ആരെയെങ്കിലും അപായപ്പെടുത്താൻ നമ്മളൊരു കുഴി കുഴിച്ചാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും.